ഹായ് എവരിവൺ. പുതിയ പരീക്ഷയ്ക്ക് ഡിസംബർ സൈക്കിളിലെ എക്സാം ജാനുവരിയിൽ നടക്കുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട വിധങ്ങളെ പറ്റിയും അതുപോലെ ഏജ് ലിമിറ്റും നെഗറ്റീവ് മാർക്കിങ്ങിനെ പറ്റിയും സിലബസിലെ ചേഞ്ചിനെ പറ്റിയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി നൽകാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ട് അടുത്ത സൈക്കിളിലേക്കുള്ള ബാച്ചുകളുടെ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ക്രാഷ് ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനിയും സീറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളാണ്. അപ്പോൾ ആ ഒരു ഓഫ്ലൈൻ മോഡിലേക്ക് കൂടി I+ എത്തുന്നതിൻ്റെ സന്തോഷം കൂടി നിങ്ങളോട് അറിയിക്കുന്നു. 2500-ലധികം വിന്നേഴ്സുള്ള പ്രൂവണായിട്ടുള്ള സ്ട്രാറ്റജികളിലൂടെ വിജയത്തിലെ വിദ്യാർത്ഥികളെ എത്തിക്കാൻ കൈപിടിച്ചിട്ടുള്ള തീർച്ചയായിട്ടും ക്രെഡിറ്റ് ആ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ്. അതിനൊരു സഹായം മാത്രമാണ് I+. നമ്മുടെ ആയിരക്കണക്കിന് വീഡിയോകൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ മോട്ടിവേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഡെയിലി ഫ്രീ ക്വിസുകൾ നമ്മുടെ I+ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. AIMJRF ടെസ്റ്റ് സീരീസിൽ ഈ റീസെൻ്റ്ലി നടന്ന ഒരു പരീക്ഷയുടെ അല്ല, എല്ലാ എക്സാമുകളുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സപ്പോർട്ടും അടക്കം 1000 രൂപയിൽ താഴെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് PYQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനത്തെ എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും JRFിലേക്ക് നെറ്റിലേക്കൊരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് I+നോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പരീക്ഷയുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ വിൻഡോ ഇപ്പോഴേ ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസംബർ 10 ലാസ്റ്റ് ഡേറ്റ്, അതുവരെ പോകരുത്. നവംബർ എൻഡോടുകൂടി തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോൺ ക്രീമി ലെയർ, അതുപോലെ SC/ST കാറ്റഗറി റിസർവേഷൻ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, വെരിഫിക്കേഷൻ നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ഒക്കെ ചെയ്യുന്നതിനൊന്നും ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷേ PhDക്ക് അല്ലെങ്കിൽ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരിക എന്നുള്ളത് ഓർക്കുക. ആ സമയത്ത് അവിടുത്തെ കൺസേൺഡ് അതോറിറ്റിയാണ് ക്ലെയിം ചെയ്ത റിസർവേഷൻ നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതില്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് OBC NCL റിസർവേഷൻ ഞാൻ ക്ലെയിം ചെയ്യുകയാണ്, അല്ലെങ്കിൽ EWS റിസർവേഷൻ ഞാൻ ക്ലെയിം ചെയ്യുകയാണ്. അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഇനി സർട്ടിഫിക്കറ്റ് എടുക്കാം എന്ന് പറയുക. EWS ഒക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിലും എടുക്കാമല്ലോ. പക്ഷേ ലോജിക്കലി ആൻഡ് ലീഗലി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ്റഗറി എലിജിബിലിറ്റി ഉണ്ടാവണം. അതാണ് ശരിയായിട്ടുള്ള പ്രോസസ്സ്. അപ്ലൈ ചെയ്താൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കിട്ടാം. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് സേഫർ സൈഡ് ഇത് എടുത്ത് വെക്കുക. നമ്മൾ ക്ലെയിം ചെയ്യുന്ന റിസർവേഷൻ്റെ പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 11-ാം തീയതി വരെ പണം അടയ്ക്കാം. പിന്നെ കറക്ഷൻ ഉണ്ടെങ്കിൽ 12, 13 തീയതികളിൽ കറക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ ഒരുപാട് ഫെയിൽ സേഫ് മെക്കാനിസം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലുണ്ട്. അതുകൊണ്ട് പേര്, അവനവൻ്റെ ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കൊടുക്കുക. ഈ കറക്ഷൻ വിൻഡോയും 11 ഡിസംബർ ഒന്നും നിങ്ങൾക്ക് ആവശ്യമേ വരാതിരിക്കട്ടെ. പരീക്ഷയുടെ സെൻറ്ററുകളും അഡ്മിറ്റ് കാർഡും ഒക്കെ പരീക്ഷയ്ക്ക് ഒരു 3 to 4 ഡേയ്സ് മുൻപാണ് ഫൈനലൈസ് ചെയ്ത് NTA കഴിഞ്ഞ സൈക്കിളിലൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയൊന്നും ആശങ്കകളില്ലാതെ നിങ്ങൾ പഠനം എന്നുള്ള പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക. ജനുവരി 1 മുതൽ 19 വരെയാണ് തീയതികൾ. അതിനിനിയും എന്നാണ് എൻ്റെ പരീക്ഷ എന്നും വറി ചെയ്യേണ്ട. ജനുവരി 1-ാം തീയതിയാണ് പരീക്ഷ എന്ന് കരുതി പഠിക്കുക. ഡിസംബർ എൻഡ് വരെ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് ഏതെങ്കിലും ടോപ്പിക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പഠിക്കാനും നമ്മുടെ വീക്ക് ഏരിയകൾ ഇനിയും സ്ട്രെങ്തൻ ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൂടെ റിവിഷൻ നടത്താനുമായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ ജനുവരി 1-നാണ് നിങ്ങളുടെ പരീക്ഷ. ഇനി മുന്നിലുള്ളത് എത്ര ദിവസമുണ്ട്? 10-40 ദിവസങ്ങൾ മാത്രമാണ്. പരമാവധി വേഗം പഠിക്കാനായിട്ട് ഈ I+ൻ്റെ ക്രാഷ് കോഴ്സുകളും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി മറ്റു കാര്യങ്ങളെ പറ്റി വന്നു കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കേണ്ടത് 1150 രൂപയാണ്. ജനറൽ EWS OBC NCLന് പകുതി ഫീസ്, ഏറെക്കുറെ 600 രൂപ അടച്ചാൽ മതി. അതിൻ്റെയും പകുതി പോലെയാണ് SC/ST PWD തേർഡ് ജെൻഡർ 325 ആണ് അടയ്ക്കേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് UGCnet.NTA.in എന്നുള്ളതിലേക്ക് പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പ്രോസ്പെക്ടസ് കൂടി ഡൗൺലോഡ് ചെയ്ത് നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. കാര്യം ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും ഫോട്ടോയുടെ കാര്യത്തിലാണ് മെയിനായിട്ടുള്ള. ചെവികൾ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഫോട്ടോ വേണം. തൊപ്പിയൊന്നും വെക്കാൻ പാടില്ല. കണ്ണ് മറയുന്ന രീതിയിലുള്ള സ്പെക്ടക്കിൾസ് പാടില്ല. റീസെൻ്റായിട്ട് എടുത്ത ഫോട്ടോ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി അതിൽ ഇനി ഡൗട്ടുകളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല.
ഒഫീഷ്യലായിട്ട് NTA എന്ത് പറയുന്നു, UGC എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക. ബാക്കി സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതോടൊപ്പം തുടക്കത്തിൽ പറഞ്ഞ ചോദ്യങ്ങൾ കൂടി ഉത്തരം ഞാൻ പറയുകയാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ഒരു പേജിലേക്ക് പോകും. അവിടെ UGC ഡിസംബർ 2024 വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കഴിഞ്ഞ സൈക്കിളിൽ അപ്ലൈ ചെയ്തത് വെച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ സാറേന്ന്. അതെങ്ങനെ പറ്റാനാ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, ഫീസ് അടച്ചു, പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു, ആ പ്രോസസ്സ് തീർന്നു. ഇനി നിങ്ങൾ അടുത്ത ഒരു ഫ്രഷ് പേയ്മെന്റ് നടത്തി പുതിയ രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ എടുത്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ഫ്രഷ് ആയിട്ട് പുതിയ രീതി, ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു പേജിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുകയെന്ന് ഓർക്കുക. പുതിയതായി ഉള്ളവർ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ല, പ്രോസ്പെക്ടസ് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ JRF കട്ട് ഓഫ് ഏജ് നിങ്ങൾ ഓർത്ത് വറി ചെയ്യണ്ട. നിങ്ങൾ ഇവിടെ ഏജ് കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഏജ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടുണ്ട്. യൂഷ്വലി November 1 പരീക്ഷയ്ക്ക് കോൾ ഫോർ ചെയ്യുന്ന മന്തിന്റെ സ്റ്റാർട്ടിങ്. അല്ലെ ഡിസംബർ സൈക്കിളാണ്, December 1 ആയിരിക്കും കട്ട് ഓഫ്. അതെന്തോ ആവട്ടെ, നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ JRF എന്നുള്ള ടിക്ക് ചെയ്യാനുള്ള കോളം ഗ്രേ കളറായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ JRF അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്തു എന്നതാണ് അർത്ഥം. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും PhD ഓൺലി എന്നുള്ള രണ്ടും ടിക്ക് ചെയ്യാനായിട്ട് ഓർക്കുക. PhD ഓൺലി എന്നുള്ളത് ആദ്യം ടിക്ക് ചെയ്യുന്നെങ്കിൽ രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും. ആ കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. പിന്നീടുള്ള ഒരു ഡൗട്ടാണ് സിലബസ് മാറിയിട്ടുണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഒരു 3 to 6 months എങ്കിലും മുൻപ് പറയാതെ സിലബസ് മാറില്ല. പരീക്ഷയ്ക്ക് 40 ദിവസം മുമ്പുള്ളപ്പോൾ സർപ്രൈസ് ആയിട്ട് പറ്റിച്ചേ പുത്ത സിലബസ് വന്നേന്ന് പറഞ്ഞിട്ട് NTA ഒരിക്കലും ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. കാര്യം ജൂണിലേക്ക് മാറണമെങ്കിൽ ഇപ്പോൾ സിലബസ് മാറിയ കാര്യം പറയേണ്ട സമയം ഏറെക്കുറെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പരീക്ഷ റിസൾട്ട് വന്ന ഉടനെയെങ്കിലും January February ആയിട്ടെങ്കിലും അറിയിക്കും. ഒരിക്കലും പരീക്ഷയുടെ തലയാഴ്ചയോ തലേ മാസമോ വന്നിട്ട് സിലബസ് മാറ്റില്ല. മാറുകയാണെങ്കിൽ പോലും 10 to 20% വേരിയേഷൻസേ വരുള്ളൂ. കാര്യം ഒരു കോളേജിൽ അധ്യാപികയാവാൻ നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പുതുതായി എന്തെങ്കിലും വന്നു അല്ലെ പഴയതിൽ എന്തെങ്കിലും ചെറിയ റിമൂവൽസ്, ആ മാറ്റേ വരുള്ളൂ. പേപ്പർ 1 അതേപടിയാണ്. ലോജിക്കൽ റീസണിങ്ങും അതുപോലെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും DIയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഒന്നാകെ ഒഴിവാക്കി പുതിയൊരു സിലബസ് കൊണ്ടുവരിക എന്നുള്ളതല്ല. ഈ ഉള്ള സിലബസിൽ മൈന്യൂട്ടായിട്ടുള്ള ഈ 10 to 20% തന്നെ ചിലപ്പോൾ വലിയ നമ്പർ ആയിരിക്കും, അറിയില്ല. ആ ഒരു രീതിയിലെ മാറ്റം നിങ്ങൾ ഇനി ഭാവിയിൽ സിലബസ് മാറിയാൽ പോലും എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇനി പാസ്വേഡിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പർ കേസ് വേണം, ലോവർ കേസ് ലെറ്റർ വേണം, ന്യൂമറിക് വാല്യൂ വേണം, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടർ ഇവിടെ തന്നിരിക്കുന്ന ഡോളറോ ഹാഷോ ഏതെങ്കിലും ഒരു ആംബസൻഡോ സ്റ്റാറോ ഏതെങ്കിലും ഒരു സിമ്പൽ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർക്കുക. എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ ലോഗിൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഫോം എന്നുള്ളതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ പാരന്റിന്റെയോ റിലേറ്റീവിന്റെയോ ഫോൺ നമ്പറോ ഐഡന്റിറ്റിയോ ഒന്നും ഉപയോഗിക്കരുത്. നമ്മുടെ തന്നെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ഓർക്കുക. അതുപോലെ ആധാർ കാർഡ് ഉള്ളവർ ആധാർ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രോസസ്സ് ഒന്നാകെ എളുപ്പമായി തീരും. ഡിജി ലോക്കർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡിജി ലോക്കർ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്, അപ്പോൾ അതുവഴി ലോഗിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ മതിയാകും. ആധാർ നമ്പർ തനിയെ ഫെച്ച് ചെയ്ത് പേരും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങൾ വരും. എന്നിട്ട് അതനുസരിച്ച് ആധാർ ഡീറ്റെയിൽസ് ബൈ ഡിഫോൾട്ട് വരുന്നുണ്ടാവും. അതിനനുസൃതമായിട്ട് മറ്റ് ഡീറ്റെയിൽസ് കൂടി ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതുപോലെ വീട്ടുപേര് കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. കൺഫേം ചെയ്യുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക മറക്കാതെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെങ്കിലും ഒരു ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് വെക്കാൻ ഓർക്കുക. അപ്പോൾ അത്രയും സംഭവങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ഒരിക്കൽ കൂടി കാണിച്ചു തരും. ശ്രദ്ധിച്ച് വായിക്കുക. പറ്റുവാണ് നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ ബ്രദറിനെയോ സിസ്റ്ററിനെയോ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൊണ്ട് ഒരു കണ്ണുകൊണ്ടുകൂടെ ഒരു തവണ നോക്കിക്കുക. എടാ ഞാൻ കൊടുത്തത് ശരിയാണോ ഒന്ന് നോക്ക്. വീണ്ടും ഇന്ത്യ നമുക്ക് ഒരു അവസരം കൂടി തരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര തവണ ഇത് ചെക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നതെന്ന്.
നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം ഇതൊക്കെ ഞാൻ നോക്കി എന്ന് ടിക്ക് ചെയ്ത് ഐ എഗ്രി കൊടുത്താലാണ് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP വരിക. ആദ്യം നമ്മൾ കൊടുത്ത മെയിൽ ID-യിലാണ് OTP വരിക എന്ന് ഓർക്കുക. ആ OTPയും സെക്യൂരിറ്റി പിന്നും ഈ തന്നിരിക്കുന്ന നമ്പറുകൾ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സിന് നമ്മൾ ആദ്യം കണ്ട ആ സ്ക്രീനിൽ വീണ്ടും പോയിട്ട് ലോഗിൻ ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും നിങ്ങളുടെ ഇമെയിലിൽ വന്നിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് നിങ്ങൾക്കറിയാം. ആ ഡീറ്റെയിൽസ് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, ഫീ പേ ചെയ്യുക. ഇങ്ങനെ 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഇപ്പോൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വരും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആദ്യത്തേതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീടുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ്, മദർ അല്ലെ ഗാർഡിയൻ്റെ നെയിം, നാഷണാലിറ്റി, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പാൻ, നിങ്ങൾ അഡീഷണൽ ആയിട്ട് ID, നമ്മൾ ആധാർ വെച്ചിട്ട് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തെങ്കിലും ഒരു ID കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. PWD കാൻഡിഡേറ്റ് ആണോ, അതുപോലെ ആനുവൽ ഇൻകം ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം UGC നെറ്റ് ഓൺ ദി ബേസിസ് ഓഫ് നിങ്ങൾ 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണോ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഫൈനൽ ഇയറിലെ വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. NTA പറയുന്ന ക്രൈറ്റീരിയ നെറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്ന് 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ 4 ഇയർ ഡിഗ്രി അല്ലെ PG കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇയർ ഓഫ് പാസിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സബ്ജക്റ്റ് നൽകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. യൂണിവേഴ്സിറ്റികളുടെ പേര് കാണുന്നില്ലെങ്കിൽ അതർ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അത് കാണുന്നില്ലെങ്കിൽ മാത്രം. അതുപോലെ അഡീഷണൽ ഡീറ്റെയിൽസിനകത്ത് PhDക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളവർ യെസ് കൊടുക്കുക. കാര്യം JRF നിങ്ങൾ ജസ്റ്റ് മിസ്സാവുകയാണെങ്കിൽ PhDക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ളവരെ പ്രയോറിറ്റി ബേസിൽ മറ്റ് ഫെലോഷിപ്പുകൾക്ക് കൺസിഡർ ചെയ്യും എന്നുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് PhDക്ക് ജോയിൻ ചെയ്തവർ മാത്രം അത് കൊടുക്കുക. പിന്നെ റിസർച്ച് ഡീറ്റെയിൽസ്, നിങ്ങൾ PhD ചെയ്യുന്ന റിസർച്ചാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ PGക്ക് ഉള്ള റിസർച്ച് എക്സ്പീരിയൻസ് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇൻ ദി സബ്ജക്ട് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് PG ഡിഗ്രി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അടുത്ത പോയിന്റ് ആയിട്ട് എക്സ് സർവീസ്മെൻ ആണോ, അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏജ് 30+ ആണെങ്കിൽ JRFന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ PhD ഓൺലി എന്നുള്ള രണ്ടും സെലക്ട് ചെയ്യാനായിട്ട് ഓർക്കുക. നിങ്ങൾ PhD എൻട്രൻസിനായിട്ട് ഒരുങ്ങുമ്പോഴൊക്കെ പല പരിമിതികൾ ഇപ്പോൾ പറയുന്നുണ്ട്, പല യൂണിവേഴ്സിറ്റികളും വിളിച്ചിട്ടുണ്ടെന്നൊക്കെ. അത് ആദ്യത്തേതായതുകൊണ്ടാണ് പതുക്കെ ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് ഫേസ് ഔട്ട് ചെയ്യുകയും നെറ്റ് സ്കോറിന്റെ ബേസിൽ മാത്രം PhDക്കുള്ള അഡ്മിഷൻ എന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്യും. ഇപ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതാത് യൂണിവേഴ്സിറ്റികളെ കോൺടാക്ട് ചെയ്ത് എലിജിബിലിറ്റി നേടിയിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് PhD അഡ്മിഷന് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യേണ്ടതെന്നുള്ളത് വെരിഫൈ ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. സബ്ജക്ട് കോഡ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം, അതൊക്കെ ശ്രദ്ധയോടെ സെലക്ട് ചെയ്യുക. ചോയ്സുകൾ നൽകാനുള്ള അവസരമാണ്. ജില്ലകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, അതും കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഡോക്യുമെന്റ് സൈസ് ഒക്കെ നോക്കി 10 KB മുതൽ 200 KB വരെ പല ആവർത്തി ചെയ്തിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും അഡ്മിഷൻ പ്രോസസ്സിന് അല്ലെ എൻട്രൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലാണ്. എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി പ്ലെയിൻ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായ എഫേർട്ട് എടുത്ത് അതൊരിക്കൽ കൂടി വായിക്കുക. ഒപ്പ് 4 KB മുതൽ 30 KB വരെയാണ്. 2 ഫയൽ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യുക. വീണ്ടും ഇത് വെരിഫൈ ചെയ്യാൻ ഫൈനൽ സബ്മിറ്റിന് മുമ്പ് എത്ര വെരിഫിക്കേഷനായി, 3ാമത്തെ തവണയാണെന്ന് തോന്നുന്നു, എല്ലാം ഒന്നുകൂടെ നോക്കു മക്കളെ എന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. മൊബൈൽ നമ്പറും കൂടി OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വീണ്ടും ഒരു വെരിഫിക്കേഷന് വേണ്ടി കൂടി ചോദിക്കും. ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഫൈനൽ സബ്മിറ്റിന് മുമ്പ് ഇതെല്ലാം കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആണോ എന്ന് നോക്കി ഫൈനൽ സബ്മിറ്റ് കൊടുത്താൽ ഫീ പേയ്മെന്റിലേക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് പോവാം. ആപ്ലിക്കേഷൻ നമ്പരും പേരും എമൗണ്ടും കാണിക്കും. പേ നൗ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷനുകളുണ്ട്. ഏത് ബാങ്ക് വേണം ഗേറ്റ് വേ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. SBI ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ UPI ഓപ്ഷനൊക്കെ ഉണ്ട്. GPay എന്നോ നിങ്ങളുടെ UPI ID കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ചാർജും ഇല്ലാതെ നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഉള്ളൂ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. നിങ്ങൾക്ക് ക്ലാസ്സുകളും നോട്ടും കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്ത് പ്രൂവൺ ആയിട്ടുള്ള മെറ്റീരിയൽ
ഇത് പഠിച്ച് JRF നെറ്റുമൊക്കെ കിട്ടിയ വിദ്യാർത്ഥികളുള്ള മെറ്റീരിയൽ സഫീഷ്യൻ്റ് ആയിട്ട് ഉപയോഗിച്ച് പഠിച്ച് ജയിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഒരു കോർഡിനേറ്ററും നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറ്റാനായിട്ട് ലേണിംഗ് സപ്പോർട്ട് മാനേജറും ഒക്കെ ഉണ്ട്. ആയിരക്കണക്കിന് വിന്നേഴ്സും ക്വസ്റ്റ്യൻ വർക്കൗട്ടും ഡെയിലി മോട്ടിവേഷനും അടക്കമുള്ള കാര്യങ്ങൾ I+ന്റെ കോഴ്സിൽ ഏറ്റവും കുറഞ്ഞൊരു ഫീസിലാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് മാത്രമല്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതേ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി ഫീസ് കൂടി അടച്ച് 1 രൂപ പോലും നഷ്ടമില്ലാത്ത രീതിയിൽ ജൂണിലേക്ക് തയ്യാറെടുക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായി പഠിക്കാൻ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.